ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സിഗരറ്റ് പാൻറ്റ് എങ്ങനെ നമുക്കൊരു പേപ്പറിൽ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള അളവ് ഹിപ്പ് 31 ഉണ്ട്, പാൻറ്റ് ലെങ്ത്ത് 33. ഈ രണ്ട് അളവും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സിഗരറ്റ് പാൻറ്റ് നമുക്ക് തയ്ക്കാം എന്നുള്ളത്, എങ്ങനെ വെട്ടിയെടുക്കാം, നമ്മുടെ പേപ്പറിൽ എങ്ങനെ വെട്ടിയെടുക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നോക്കണത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ പേപ്പറിൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അതൊന്ന് വരച്ച് വെക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് പാൻറ്റ് ലെങ്ത്ത് 33 അപ്പോൾ അതിൽ 2 ഇഞ്ച് നമുക്ക് സീറ്റ് ബെൽറ്റ് വരും. അതായത് നമ്മൾ ആ അലാസ്റ്റിക് വെക്കണ ആ ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗം വരും. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് എത്ര വരും, അപ്പോൾ 33 - 2 വരിക. അപ്പോൾ എത്രയായിരിക്കും, 31 അല്ലേ. ഓക്കെ, ദെൻ ഇനി താഴെ നമുക്ക് എന്ത് വേണം, മടക്കി അടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തയ്യൽ തുമ്പ് വേണം നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 31 നമുക്കൊരു 3 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമുക്ക് താഴോട്ടും കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 34 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ മുകളിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ അളവെടുത്തത് കണ്ടോ, അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ 31 ഇഞ്ചാണല്ലോ നമ്മുടെ ഹിപ്പ് അളവ്. അപ്പോൾ 31 4 ഭാഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 31 അതിൻ്റെ ഹാഫ് 15 15 30 15.5 വരും അല്ലേ. 15.5 വരും. 15ൻ്റെ പകുതി എത്രയാണ്, 7.75 വരും അല്ലേ. അപ്പോൾ ഈ 7.75 നമുക്ക് വേണ്ടത്. ഇനി ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് നമ്മുടെ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണല്ലോ നിൽക്കണത്. അപ്പോൾ നമുക്കൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഫസ്റ്റിൽ ഒരു ലൈന് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ അളവ് ഒരു കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് ആ ലൈനിൽ നിന്ന് തുടങ്ങണം നമ്മുടെ അളവ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 7.75 നമ്മുടെ ആ അളവ് എന്ന് പറഞ്ഞു. ആ 7.75 നമുക്ക് ഒരു 1 ഇഞ്ചും കൂടി നമുക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ 8.75 ഒരു 4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, 9 ഇഞ്ചിൽ നമുക്ക് അവിടെ അടയാളപ്പെടുത്താം. ആ ഒരു 9 ഇഞ്ചിൽ നമുക്ക് 10 ഇഞ്ച് താഴേക്കും ഇങ്ങനെ താഴോട്ട് അടയാളപ്പെടുത്താം. 9 ഇഞ്ച് നമുക്ക് നമ്മൾ നിൽക്കുന്ന ഭാഗത്തുനിന്ന് മുന്നോട്ടും, പിന്നെ അവിടെ നിന്ന് ആ 9 ഇഞ്ച് നിർത്തിയെടുത്ത് നിന്ന് താഴോട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു 10 ഇഞ്ചിൽ താഴോട്ടും, അതായത് നമ്മുടെ ക്രോച്ച് ആ വളവുണ്ടല്ലോ അവ വരക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 ഇഞ്ച് താഴോട്ടും വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ 10 ഇഞ്ച് നമ്മൾ എൻഡ് ചെയ്യുന്ന ഭാഗത്തുനിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് 2 ഇഞ്ച് ഒന്ന് വരച്ചു കൊടുക്കുക. അത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രോച്ച് ഏരിയ നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് 2 ഇഞ്ച് നമ്മൾ വരച്ചു കൊടുത്തു. ഓക്കെ, ദെൻ ഇനി നമുക്ക് ആം ഹോൾ കൊണ്ട് പല ഉപയോഗങ്ങളുമാണ്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ക്രോച്ച് ഏരിയ നമുക്ക് റൗണ്ടായിട്ട് വരക്കാൻ വേണ്ടിയിട്ട് ആം ഹോൾ വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ടൈലറിൻ്റെ അടുത്ത് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ് ആം ഹോളിൻ്റെ ആ ഒരു ആം ഹോൾ കർവ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ മൂലയിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് ആ ഒരു 1.5 ഇഞ്ചിലോട്ട് ഇങ്ങനെ കർവാക്കിയിട്ട് വരച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആം ഹോള് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യാമെന്നറിയാം, നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലൈന് വരച്ചിട്ടുണ്ട്. അതുപോലെ ക്രോച്ച് ഏരിയേൻ്റെ ആ 2 ഇഞ്ച് കൊടുത്തിട്ടില്ല, ആ ലൈനിൻ്റെ അവിടേക്കുള്ള ആ ലെങ്ത്തും താഴെ നമുക്ക് കിട്ടുന്ന ആ ലെങ്ത്തും ഒരുപോലെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഹാഫ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊടുത്തത് എത്രയായിരുന്നു, 11 ഇഞ്ചാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയ അളവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 5.5 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ നടന്ന് കൊടുത്തു. ഈ 5.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊടുത്തു. അതാണ് അവിടെ അടയാളപ്പെടുത്തിയത് കേട്ടോ. ഇനി നമ്മൾ ക്രോച്ച് ഏരിയയിലോട്ടൊരു 10 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തല്ലോ, അതേ സെയിം അളവ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗത്തും നമ്മൾ പിന്നെ ആ അതേ അളവ് നമ്മൾ 10 ഇഞ്ച് തന്നെ നമ്മൾ അടയാളപ്പെടുത്തി. ദെൻ ഇനി അവിടുന്ന് ഈ നമ്മൾ 3 ഇഞ്ച് നമ്മൾ അങ്ങോട്ടൊക്കെ അടയാളപ്പെടുത്തിയല്ലോ,
അതിലോട്ട് തന്നെ അടയാളപ്പെടുത്തുക. ഈ 3 ഇഞ്ച് മീൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 6 ഇഞ്ചിലാണ് നമ്മൾ താഴെ നമ്മുടെ പാൻറ്റ് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, താഴത്തെ ആ ഭാഗത്ത് നമ്മളൊരു 6 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അത് 7 ഇഞ്ചാണെന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 3.5 ഇഞ്ച് കൊടുക്കണം. 6 ഇഞ്ച് ഇപ്പോൾ ആയതുകൊണ്ട് നമ്മൾ 3 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. ഇതൊരു അനദർ സ്കെയിലാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. വളരെ ഉപകാരമാണ്. ഇങ്ങനത്തെ കുറച്ച് ടൂൾസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നീടൊരു വീഡിയോ തന്നെ ചെയ്യാം. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എടുത്തൊന്ന് മാത്രം. അതല്ല ഇല്ലെങ്കിൽ സാധാ സ്കെയിൽ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഇതുകൊണ്ട് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടുമ്പോൾ നല്ല വൃത്തിയിൽ തന്നെ അടിച്ചാൽ ആ വൃത്തിയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ആ ഒരു സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആ 10 ഇഞ്ച് നമ്മൾ അപ്പുറം ഒരുപോലെ അടയാളപ്പെടുത്തില്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടും ഈ സൈഡിൽ നിന്നും നമ്മൾ താഴോട്ടും വരച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടത് നമ്മൾ വരച്ച ലൈനിലൂടെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഇത് ഷേപ്പ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം ഇനിയൊരു തുണിയാണെങ്കിലും ഒരു 3/4 ഇഞ്ച് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. കാരണം എന്താണെന്നറിയോ, ആ വക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷേപ്പ് അതായത് നമ്മൾക്ക് കറക്റ്റ് അളവായിരിക്കില്ല കിട്ടുന്നത്. ഇതിപ്പോൾ 2 ആക്കി മടക്കിയിട്ട് ഓപ്പൺ സൈഡിലാണ് നമ്മൾ അളവെടുത്തിട്ട് കൊടുക്കുന്നത്. ഫോൾഡ് സൈഡിലല്ല, ഓപ്പൺ സൈഡിലാണ് നമ്മൾ അളവെടുത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇതാവുമ്പോൾ സിഗരറ്റ് പാൻ്റ് ആകുമ്പോൾ നമുക്ക് 4 പീസായിട്ടാണ് കിട്ടുന്നത്. മറ്റേ സാധാ പാൻ്റാണെങ്കിൽ നമുക്ക് 2 പീസായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇതിന് 4 പീസ് ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ മുൻഭാഗത്തെ ഫ്രണ്ട് ഭാഗം ആയി നമുക്ക് 2 കാലിലെയും. അപ്പോൾ ഇപ്പോൾ പേപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനി ശീലയിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2 ശീല, അതായത് 2 കാലിലെയും, ഇതിപ്പോൾ 1 കാലിലേ ആയിട്ടുള്ളൂ. ശീലയിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഓപ്പൺ സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഈ അളവെടുത്തിട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് 2 കാലും കിട്ടുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗം ചെയ്തതുപോലെ തന്നെ ബാക്ക് ഭാഗത്തിൻ്റെ ലെഗിൻ്റെ ഭാഗം നമുക്ക് ചെയ്തെടുക്കാൻ പാൻറ്റിൻ്റെ ഭാഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേപ്പർ കറക്റ്റാക്കിയിട്ട് ഫസ്റ്റ് ഒന്ന് വരക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ എക്കച്ചക്കായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അളവ് കറക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് വരച്ച് നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ്, ഇപ്പോൾ അത് പേപ്പറിലായതുകൊണ്ട് നോ പ്രോബ്ലം. പക്ഷേ നമ്മളൊരു ശീലയിൽ നമുക്കൊരു പുതിയ പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് നീറ്റായിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അത് ഒരിക്കലും നമുക്ക് അടിക്കാൻ വേണ്ടി തരില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗിൻ്റെ അവിടെ വെക്കുക. ഫ്രണ്ട് ഭാഗത്തിൻ്റെ മുകളിലോട്ട് പേപ്പറിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മൾ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ പിൻ ചെയ്ത് കൊടുത്താൽ മതി. പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അളവ് കറക്റ്റ് ആവില്ല. പിന്നെ അതുപോലെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ താഴെ 5.5 സെൻറ്റർ ഭാഗത്തേക്ക് കൊടുത്തത്. അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗത്ത് അതായത് നമ്മുടെ കറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മളെ ആ ലൈനിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലൈനിൽ നിന്ന് 5.5 നമ്മൾ സെൻറ്റർ ഭാഗം കൊടുത്തിട്ടുള്ളത്. ആ ഒരു 5.5 തന്നെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ ബാക്ക് സൈഡ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെയും കിട്ടണം കേട്ടോ. എങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് അളവ് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ കാണിക്കാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഈ താഴത്തെ ഈ ഭാഗം കണ്ടോ, നമ്മൾ 3 അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് എടുത്തില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗം 5.5 നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ
ഈ ലൈനിൽ നമ്മൾ കറക്റ്റ് ചെയ്ത ലൈനിൽ നിന്ന് ആ സെൻറ്ററിലോട്ട് ഉള്ള അളവ് 5.5 അത് ഇതുപോലെ തന്നെ അങ്ങനെ ആക്കിയിട്ട് വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു കറക്റ്റ് ഒരു അളവിൽ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാം. ഞാൻ പറയാം. ഇനി മുകൾ ഭാഗത്തുനിന്ന് നമ്മൾ നിൽക്കുവാണെങ്കിൽ ഇങ്ങോട്ട് മുന്നോട്ടേക്ക് നമ്മൾ ഒരു 1.5 ഇഞ്ച് അളവിൽ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. ഫ്രണ്ടിനേക്കാളും 1.5 ഇഞ്ച് നമുക്ക് വീതി എടുക്കണം ബാക്ക് ഭാഗം. അതാണ് നമ്മുടെ തയ്യൽ തുമ്പായിട്ട് വരുന്നത്. നമ്മൾ ഫ്രണ്ട് ഭാഗത്തിൽ നമ്മളൊരു 1/2 ഇഞ്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അളവ് കൊടുത്തിട്ടുള്ളൂ, ലൂസ് ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ലൂസും തയ്യൽ തുമ്പൊക്കെ നമ്മുടെ ബാക്ക് ഭാഗത്തു നിന്നാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് മുകളിലോട്ട് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ മുകളിൽ നിന്ന് കുറച്ച് 1/2 ഇഞ്ച് കുറച്ച് എന്ത് ചെയ്യാം, മുകളിലോട്ട് ഒന്നൊരു ഷേപ്പ് ചെയ്തിട്ടൊന്ന് വരക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നൊരു ഷേപ്പ് ചെയ്തിട്ട് 1/2 ഇഞ്ച് ഒന്ന് മുകളിലോട്ട് വരച്ച് കൊടുത്തിട്ട് താഴോട്ട് നമ്മുടെ ക്രോച്ച് ഏരിയൻ്റെ ഭാഗത്തോട്ടേക്ക് അങ്ങോട്ട് വരക്കാം. ഡയറക്റ്റായിട്ട് നമ്മൾ 90 ഡിഗ്രിയിൽ അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇങ്ങനെ ചരിച്ചൊന്നും വെക്കണ്ട, നേരിട്ടാണ് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഫ്രണ്ട് പീസിനേക്കാളും അത് 2 ഇഞ്ച് ആ വരച്ചല്ലോ നമ്മൾ, ആ വരൻ്റെ അവിടുന്ന് നമുക്കൊരു 2 ഇഞ്ച് നമ്മളെ ഫ്രണ്ട് പീസിൻ്റെ ആ ക്രോച്ചിൻ്റെ അവിടുന്ന് അങ്ങോട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ വരക്കുന്നേ. എന്നിട്ട് നമ്മൾ സാധാ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുക. നമുക്ക് തുണിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അധികം നന്നായിട്ട് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എൻ്റെ സ്കെച്ച് പെന്ന് ഒരു ഇങ്ക് ശരിയല്ല, ഒരു ഗ്രീനാണ്, എങ്കിലും അതൊരു ലൈറ്റ് ഗ്രീനായിപ്പോയി. അപ്പോൾ ശരിക്കും കാണുന്നുമില്ല അല്ലേ. ഓക്കെ, അടുത്ത പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യാം, തുണിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അധികം ശരിയാവും. ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 2 ഇഞ്ച് ഫ്രണ്ടിനേക്കാൾ 2 ഇഞ്ച് 1.5 ഇഞ്ച് 1 ഇഞ്ച് അങ്ങനെ ആ ഒരു അനുപാതത്തിൽ ഇങ്ങനെ താഴോട്ട് ഞാൻ കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ചെയ്യാം. എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അളവിൻ്റെ ഒന്നും ആവശ്യമില്ല. കറക്റ്റായിട്ട് അങ്ങനെ കൊടുത്താൽ നമ്മുടെ ജോലി എളുപ്പം അങ്ങോട്ട് ഫിനിഷ് ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഈ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ആ അളവ് തന്നെ ആയിരിക്കും. നമുക്ക് നമ്മുടെ ക്രോച്ച് ഏരിയൻ്റെ ആ ഭാഗത്തുള്ള സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തയ്യൽ തുമ്പും ലൂസും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ബെൽറ്റാണ് പിന്നീട് ആവശ്യമുള്ളത്. ബെൽറ്റൊക്കെ നമുക്ക് ഷീലയിൽ നമുക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി ഷീലയിൽ ചെയ്യുമ്പോൾ ഞാൻ ഒരു ടിപ്പും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരുടെയും ഇപ്പോൾ കുറച്ചൊക്കെ തടിയുള്ള ആളുകളാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ നട കീറുന്ന പ്രശ്നം ഉണ്ടാവുമല്ലേ. അപ്പോൾ ഈ നട കീറുന്ന പ്രശ്നം നമുക്ക് നികത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ഇതിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഷീലയിലൊക്കെ വെട്ടുമ്പോൾ അങ്ങനെ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നട പൊട്ടുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരാൾ നമ്മുടെ അടുത്ത് പാൻറ്റിന് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ, അത് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത പാൻറ്റ് പിന്നെ അവർ ഇടും. കാരണം അവർക്ക് അതായിരിക്കും കംഫർട്ടബിളായിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇനി അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് പീസ് വേറെ ആയിട്ടും ബാക്ക് പീസ് വേറെ ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റിൽ തന്നെ നമ്മൾ ഇതുണ്ടല്ലോ, ചില ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, പുതിയ തുണി കിട്ടിയാൽ ഞാൻ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതിന്, എന്തെങ്കിലും എങ്ങാനും തെറ്റിപ്പോയാൽ, അളവ് തെറ്റിപ്പോയാൽ എന്താ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുന്ന ആളുകളാണെങ്കിൽ ഫസ്റ്റ് ഒരു പേപ്പറിൽ വെട്ടിയിട്ട് ആ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് തുണിയിൽ വെച്ചിട്ട് വെട്ടാം കേട്ടോ. ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും കൂടുതൽ.
പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരം ഉണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്ന് താല്പര്യമുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ അത് വെച്ചിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, താങ്ക് യു.